കരയേണ്ട കാര്യമൊന്നുമില്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല. അല്ല, കരയുന്നതിന് കാരണം ഈ 5 വർഷമായിട്ട് അലഞ്ഞു നടക്കായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് മേപ്പാടിയിലാണ്. മേപ്പാടിയിൽ നിന്ന് ഉരുൾപൊട്ടിയ സ്ഥലത്തേക്ക് പോകുന്ന വഴിയിലാണ്. ഈ പോകുന്ന വഴിയിൽ ഞാൻ കുറെ പേപ്പറുമായിട്ട് ഇവിടെ നിൽക്കാൻ ഒരു കാരണമുണ്ട്. കാരണം ഏത് വർഷമാണ് ഈ പുത്തുമല 2019 ഇപ്പോൾ ഉരുൾപൊട്ടിയതിന് തൊട്ടടുത്ത് പുത്തുമല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഉരുൾപൊട്ടലും ഒരു നാച്ചുറൽ ഡിസാസ്റ്ററും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ പേരെന്ന് പറയാം, ഇ ടി രാജു. ഭാര്യയുടെ പേര് സുമിത്ര. ഭാര്യ സുമിത്രയും ഇ ടി രാജുവും അവിടെ ഒരു വീട്ടിലുണ്ടായിരുന്നു. അവരുടെ ആ വീട് മണ്ണിടിച്ചില് കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു. ഇദ്ദേഹവും ദേഹത്ത് ഒരുപാട് മുറിവുകളോടുകൂടെ, ഇദ്ദേഹത്തിന്റെ ഭാര്യയും കുറെ അസുഖത്തോടുകൂടെ രക്ഷാപ്രവർത്തകർ ഇവരെ രക്ഷപ്പെടുത്തി. അതിനുശേഷം അവിടെ ഇദ്ദേഹം നിന്ന് ഒരുപാട് പേരെ രക്ഷപ്പെടുത്തിയതാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്ന അതല്ല. അത് കഴിഞ്ഞിട്ട് 2019 കഴിഞ്ഞിട്ട് 20, 21, 22, 23, 24 5 വർഷമായി അദ്ദേഹത്തിന് ഈ നിമിഷം വരെയും ഒരു 5 സെന്റ് സ്ഥലമോ അല്ലെ 2 സെന്റ് സ്ഥലമോ ഒരു വീടോ കിട്ടിയിട്ടില്ല. കിട്ടിയോ? ഇതുവരെയും കിട്ടിയിട്ടില്ല. അതിനുവേണ്ടി അപേക്ഷകളൊക്കെ വെച്ചിട്ടുണ്ട്, അപേക്ഷ എല്ലാവർക്കും കൊടുത്തു. പക്ഷെ ഇതുവരെയും ഒന്നും ആയിട്ടില്ല. തരാന്ന് പറയും, ഇതുവരെ കിട്ടിയിട്ടില്ല. ഇദ്ദേഹം എനിക്ക് വെച്ചിരിക്കുന്ന അപേക്ഷ ഇത്രേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ഫിലോകാലിയ ഫൗണ്ടേഷൻ ഇവിടെ കുറെ വീട് വെച്ച് കൊടുക്കുന്നെന്ന് കേട്ടു. ഞങ്ങൾ മുന്നേ വീട് ഒരു പ്രളയത്തിൽ അല്ലെങ്കിൽ ഒരു ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവരാണ്. ഇനിയും ഒരു ദുരന്തം വന്നിട്ട് വേണോ ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ? അപ്പൊ എന്റെ ചോദ്യം, രാജേട്ടനോടൊരു ചോദ്യം. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ആ ഏരിയയിൽ ഒരു സ്ഥലത്ത്, അതുപോലെ തന്നെ മീനങ്ങാടി, ബത്തേരി, കൽപ്പറ്റ, പടിഞ്ഞാറത്ര, ഇങ്ങനെ കുറേ സ്ഥലങ്ങളിലായിട്ട് പലരും ലാൻഡ് തന്നിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾക്കൊരു വീട് വെച്ച് തരികയാണെങ്കിൽ ഈ നാട്ടിൽ നിന്ന് മാറി, വയനാട്ടിൽ തന്നെയാണ്, നിങ്ങൾ പോയി താമസിക്കാൻ തയ്യാറാണോ? എവിടെ കിട്ടിയാലും നമ്മൾ പോകും, വയനാട്ടിൽ എവിടെ കിട്ടിയാലും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഈ ദിവസങ്ങളിൽ എന്നാണ് തറക്കല്ലിടുന്നത് അത് വ്യക്തമായി അറിയിക്കും. ഒരു വീട് താങ്കൾക്കും തന്നിരിക്കും. ഈ 5 വർഷം കാത്തിരുന്നില്ലേ, എനിക്ക് കാത്തിരിക്കേണ്ടി വരില്ല. നല്ലൊരു വീട് തീർച്ചയായും ഞങ്ങൾ തരും കേട്ടോ. ഭാര്യ എന്തി? കരയേണ്ട കാര്യമൊന്നുമില്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല. അല്ല, കരയുന്നതിന് കാരണം ഈ 5 വർഷമായിട്ട് അലഞ്ഞു നടക്കായിരുന്നു. ഇപ്പൊ ചേട്ടായിരുന്നു, നമ്മൾ ആരാന്ന് പോലും അറിയില്ല. പെട്ടെന്ന് ഒരു അപേക്ഷ കൊണ്ടുവന്നു, പെട്ടെന്ന് തന്നെ ഒരു 5 സെന്റ് സ്ഥലവും ഒരു വീടും തരാന്ന് പറഞ്ഞപ്പോ വിശ്വസിക്കാനും പറ്റുന്നില്ല. അത് അക്സെപ്റ്റ് ചെയ്ത് സത്യമാണോ ഇല്ലയോ എന്നുള്ള ഒരു സന്തോഷത്തിൽ കരഞ്ഞു പോയത് അല്ലേ? സംഭവിച്ച പോലെ. അതെ. അപ്പം ഇനി ഓടണ്ട. ഓക്കെ, ഇനി ഓടണ്ട. ഫിലോകാലിയ ഫൗണ്ടേഷൻ പറഞ്ഞ വാക്കാണ്. മിക്കവാറും ഈ ആഴ്ച തന്നെ തറക്കല്ലിടും. അന്ന് ചേട്ടൻ വരണം. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മാസം 90-100 ദിവസത്തിനകത്ത് താക്കോല് തരികയും ചെയ്യും. ഞങ്ങൾ പണിയുന്ന വീടൊക്കെ അങ്ങനെ താക്കോൽ മീൻസ് തറക്കല്ലിട്ട് കഴിഞ്ഞാൽ 90 ദിവസമാണ്. കുറച്ച് വീടുകളാണ് ഇത്. 25 വീട് ഒന്നിച്ചായതുകൊണ്ട് ഒരു 120 ദിവസം പറഞ്ഞിരിക്കുകയാണ്. ഒന്നിച്ചായതുകൊണ്ട് നമ്മൾ 100 വീടാ മൊത്തം പണിയുന്നു. അതിനകത്ത് വ്യവസായം വേണ്ടില്ല. ചേട്ടന് മാത്രമല്ല കിട്ടാത്ത, പുതുമലയിൽ നിന്ന് വേറെ ആളുകൾ എനിക്ക് അപേക്ഷ വെച്ചിട്ടുണ്ട്. അതുപോലെ എന്റെ അയൽവക്കക്കാർ തന്നെ ഉണ്ട് 3 പേര്. അതാ പറഞ്ഞു, എനിക്ക് അപേക്ഷ കിട്ടിയ കുറെ പേരുണ്ട്. അപ്പൊ എനിക്കിപ്പോഴും മനസ്സിലായില്ല എന്താ സംഭവം എന്ന്. കാരണം ഞാനിങ്ങനെ ഈ ദുരന്തത്തിൽ ബുദ്ധിമുട്ടിവരെ സഹായിക്കാൻ ഇറങ്ങിയപ്പോഴാണ് കഴിഞ്ഞ ദുരന്തത്തിലും അതിന്റെ മുമ്പ്, അതായത് 2018 ശേഷം 18-ലും 19-ലും ദുരന്തം ഉണ്ടായി, 20-ലും 21-ലും ദുരന്തം ഉണ്ടായി. ഈ 4 വർഷം ദുരന്തം ഉണ്ടായിട്ട് വീട് കിട്ടാതെ ഇപ്പോഴും ഇങ്ങനെ അലഞ്ഞ് നടക്കുന്ന ആളുകളെ കാണുമ്പോൾ മനസ്സിൽ വിഷമമുണ്ട്.